നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രോക്രാസ്റ്റിനേഷൻ, കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ള കാര്യങ്ങൾ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ 5 മിനിറ്റ്സ് റൂള് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. കാരണം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നില്ല. പിന്നെ ഒന്ന് റോക്കറ്റ് റൂൾസ് നമ്മൾ സൂചിപ്പിച്ചു. അത് അത്തരം കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പേയുള്ള എപ്പിസോഡുകളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഫൺ പ്രോക്രാസ്റ്റിനേഷനാണ്. ഫൺ പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ വിനോദകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാറില്ല. ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി, എന്തിനാണോ പ്രാധാന്യം അത് മനസ്സിലാക്കി നമ്മുടെ പഠനത്തിന് ആവശ്യമുള്ള സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കയറണം. നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നത് ഫണ്ണിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് മാറ്റിയിട്ട് അതാണ് ഫൺ പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ഈ കാര്യം ഇന്നത്തെ കാര്യത്തൊക്കെ പ്രാധാന്യം കൊടുത്ത് മറ്റേ കാര്യം പിന്നെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് തടസ്സമായി ചിലപ്പോൾ ഭാര്യയാകാം, മക്കളാകാം. കാരണം അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ ചെയ്ത് പിന്നെ അവർ പോയതിന് ശേഷം നല്ലൊരു ഒരു ഫ്രണ്ട് വന്നു, ഇല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ഗസ്റ്റ് വന്നു. ഈ ഗസ്റ്റൊക്കെ വരുന്നത് ഗസ്റ്റ് പോയതിന് ശേഷം നമുക്ക് ആ പരിപാടിക്ക് തുടങ്ങാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്താണ് നമ്മളുടെ കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരിക. ഏത് കാര്യം വന്നാലും ഞാൻ മാറ്റി വെക്കാതെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഫൺ പ്രോക്രാസ്റ്റിനേഷൻ എല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന കാര്യം. നമ്മൾ കാര്യമായിട്ടൊരു കാര്യം വെച്ച് ചെയ്യാൻ അത് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റിവെച്ച കാര്യത്തിന് നമ്മൾ പെർഫെക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തില്ല എന്നില്ല. പ്രയോറിറ്റി ഇതാണ് കൊടുക്കുന്നത്, അത് വിജയിക്കും. ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മളെ ഫൺ പ്രോക്രാസ്റ്റിനേഷൻ എന്ന സംഭവം മാറ്റിവെക്കുക. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അതൊക്കെ പിന്നെ മാറ്റിവെക്കുക. നമ്മൾ പ്രയോറിറ്റിക്ക് എപ്പോഴും മുൻഗണന കൊടുക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.